ഹായ് മക്കളെ, എടാ ഇന്നലെ നടന്നൊരു കഥ പറഞ്ഞിടാം. ഇന്നലെ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു പയ്യൻ മെസ്സേജ് അയച്ചു. സാറേ, എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്, ഞാനിപ്പോൾ നാട്ടിലൊരു ആവശ്യത്തിന് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് സാർ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചിട്ടില്ല. എടാ നിനക്ക് നാളെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. കുറച്ച് നേരം മുമ്പ് ഞങ്ങൾ മീറ്റ് ചെയ്തു, അവൻ പോയി. അപ്പം യൂഷ്വലി എനിക്ക് വരുന്ന മീറ്റിംഗ് റിക്വസ്റ്റുകളൊക്കെ മിക്കത് ഞാൻ യെസ് പറയാറുണ്ടെങ്കിലും ചിലപ്പോൾ എന്താ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പം ഞാൻ സമയമൊക്കെ കൊടുക്കാറുള്ളത്, തിരക്കൊക്കെ കാരണമായിരിക്കും. പക്ഷേ ഇവൻ്റെ കേസിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ നാളെ നീ വരുമോ എന്ന് ചോദിക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ ഒറ്റ റീസണേ ഉള്ളൂ. അവൻ പറഞ്ഞ ഡൽഹി യൂണിവേഴ്സിറ്റി. ആൻഡ് എന്താണ് ഡൽഹി യൂണിവേഴ്സിറ്റി, ആൻഡ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ എത്താന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പ്രധാനമായി പറയുന്നത്. അങ്ങനെ എത്താനുള്ള എക്സാമിൻ്റെ പേരാണ് CUET. ആൻഡ് നിങ്ങൾ +2 പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ തീരുമാനിച്ചിട്ടുണ്ടാവും ഞാൻ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്ക് IIT പഠിക്കണം. എന്നാലും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. കാരണം നിങ്ങളുടെ കരിയറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി മാറാൻ പോകുന്ന ഒരു വീഡിയോ ആണിത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പം നിങ്ങളുടെ മുന്നിൽ പ്രധാനമായിട്ട് 3 ചോയ്സ് ആയിരുന്നു അല്ലേ? സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ആൻഡ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു ചോയ്സ് എടുത്താണ്. ആൻഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഓരോ ചോയ്സും അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അല്ലേ? ശരിയല്ലേ? അതായത് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. കൊമേഴ്സ് എടുക്കണ്ടായിരുന്നു അല്ലേ, സയൻസിനേക്കാൾ നല്ലത് കൊമേഴ്സ് ആയിരുന്നു, പലതും എന്ത് ചെയ്യുന്നുണ്ടാവും, റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് 3 ചോയ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് +2ന് ശേഷം 100 കണക്കിന് ചോയ്സാണ്. 100 കണക്കിന് എന്ന് പറഞ്ഞാൽ 1000കണക്കിന് ചോയ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫർദർ ഏത് കോഴ്സസിലേക്ക് പോകണം എന്നുള്ളത്. പക്ഷെ ഞാനതിനെ പ്രധാനമായിട്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്യണേ, എൻ്റെ ഒരു ഇഷ്ടത്തിന് ഡിവൈഡ് ചെയ്യാം. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് പ്രൊഫഷണൽ കോഴ്സസ് ആണ്. ഈ പ്രൊഫഷണൽ കോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ആ പേരിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതായത് നിങ്ങളൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ചത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് മിക്കവാറും ജോലി കിട്ടും പഠിച്ചു കഴിഞ്ഞ ഉടനെ. അതിനാണ് പ്രൊഫഷണൽ കോഴ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഡോക്ടർ ആവുന്നത്, MBBS പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് MBBS ഡോക്ടർ ആവാം, ആയുർവേദ പഠിച്ചാൽ ആയുർവേദ ഡോക്ടർ ആവാൻ പറ്റില്ലേ? അതേപോലെ തന്നെ BTech പഠിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയർ ആവാൻ പറ്റും. നഴ്സിംഗും അത് റിലേറ്റഡ് ആയിട്ടുള്ള പാരാമെഡിക്കൽ, BPharm ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, BPharm പഠിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫാർമസിസ്റ്റ് ആവാം. ഇനിയിപ്പോൾ സയൻസ് അല്ലാതെ കൊമേഴ്സിൽ നോക്കുകയാണെങ്കിൽ CA, ACC ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് മാറാൻ പറ്റും. ഹ്യൂമാനിറ്റീസിലൊക്കെ LLB, ലോ പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് LLB പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വക്കീലാവാൻ പറ്റും. ഇങ്ങനത്തതാണ് പ്രൊഫഷണൽ കോഴ്സസ്. ആൻഡ് നിങ്ങൾ നോക്കിയ ഒരു കാര്യം മനസ്സിലാവും, ഈ പ്രൊഫഷണൽ കോഴ്സസിന് എല്ലാത്തിനും ഡയറക്റ്റ് ഒരു ജോലി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഡിമാൻഡുള്ളത് ഈ ഒരു സാധനത്തിനാണല്ലേ? ശരിയല്ലേ? ഇപ്പം MBBS എടുക്കണം അല്ലെങ്കിൽ നല്ലൊരു കോളേജിൽ നിന്ന് BTech എടുക്കണമെങ്കിലൊക്കെ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവും, ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. എന്താ റീസൺ? അത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്ന സാധനം എന്ന് വെച്ചാൽ നോൺ പ്രൊഫഷണൽ കോഴ്സ് ഞാൻ വെറുതെ പറയട്ടെ. അതായത് പിന്നെ ഇതിന് സാധാരണ ആൾക്കാർ പറയാ ഡിഗ്രി കോഴ്സസ് എന്നൊക്കെയാണ്. ഇതൊക്കെ ഡിഗ്രി തന്നെ കേട്ടോ. ഓക്കെ, ഈ ഡിഗ്രി കോഴ്സസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കോളേജിൽ കാണുന്ന BSc ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജി, ബോട്ടണി, അങ്ങനത്തെ എല്ലാ സാധനവും ഒരു BSc, ബാച്ചലർ ഓഫ് സയൻസ്. പിന്നെ ബാച്ചലർ ഓഫ് ആർട്സ്, BA ഹിസ്റ്ററി ഉണ്ട്, BA ഇംഗ്ലീഷ് ഉണ്ട്, BA സോഷ്യോളജി ഉണ്ട്, BA മലയാളം ഉണ്ട്. നമുക്കറിയാവുന്ന എല്ലാ ലാംഗ്വേജസിനും BA കോഴ്സസ് ഉണ്ട്. പിന്നെയോ BCom ഉണ്ട്, BCA ഉണ്ട്, BBA ഉണ്ട്. ഇതൊക്കെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട സാധനമാണ്. ഈ കോഴ്സിൻ്റെ പ്രശ്നം എന്തുകൊണ്ടാണ് ഞാൻ നോൺ പ്രൊഫഷണൽ എന്ന് പറയാൻ, ഇപ്പം BA ഹിസ്റ്ററി കഴിഞ്ഞ ആള് ഡയറക്റ്റ് ഒരു ചരിത്ര നിരീക്ഷകനൊന്നും ആവാനൊന്നും പോകുന്നില്ല. അവർ പല മേഖലയിലായിരിക്കും അൾട്ടിമേറ്റ്ലി ജോലി എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞ അതറിൽ വേണമെങ്കിൽ നമുക്ക് പോളി കോഴ്സസ് കൊടുക്കാം. പിന്നെ ഇപ്പോൾ പുതിയൊരു ട്രെൻഡായിട്ട് ഈ 1 ഇയർ ഡിപ്ലോമ ട്രെൻഡ് ഉണ്ട്. അതിനെ ഞാൻ ഒട്ടും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്തുതരാം. നാട്ടിൽ കൂണ് പോലെ പൊന്തുന്നുണ്ട് 1 വർഷം പഠിച്ചാൽ ജോലി, അല്ലെങ്കിൽ 6 മാസം പഠനം 6 മാസം ജോലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതൊക്കെയാണ് ഞാൻ +2 കഴിഞ്ഞിട്ടുള്ള അതർ കോഴ്സസിലേക്ക് വേണമെങ്കിൽ അടുത്തൊരു സാധനമായിട്ട് നമുക്ക് മൈഗ്രേഷൻ കോഴ്സൊക്കെ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ തന്നെയാണെങ്കിൽ അതിനെക്കുറിച്ചും വീഡിയോ വേണമെന്നുണ്ടെന്ന് നിങ്ങൾക്ക് എന്തായാലും പറയാം. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്താ വെച്ചാൽ ഈ പ്രൊഫഷണൽ കോഴ്സിലേക്കുള്ള സീറ്റുകളും വളരെ ലിമിറ്റഡ് ആണ്. അതായത് 1 വർഷം കേരളത്തിൽ നിന്ന് മാക്സിമം 2000 കുട്ടികൾക്ക് MBBS പഠിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ NIT, IIT പോലത്തെ കോളേജുകളിൽ എത്തുന്ന 2000 ആണ്. നഴ്സിംഗും ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ പലരും എന്തായിരിക്കും നീറ്റിനും ജെയ്ക്കൊക്കെ റിപ്പീറ്റ് ചെയ്യും. പക്ഷെ ചിലപ്പോൾ അത് നമ്മൾ വിചാരിച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്യാതെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എത്താൻ പോകുമെന്ന് പറയുന്നത് ഈ നോൺ പ്രൊഫഷണൽ കോഴ്സിലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 90% ആൾക്കാരും നോൺ പ്രൊഫഷണൽ കോഴ്സസിലാണ് എത്തുക. ആൻഡ് ആ കോഴ്സ് പഠിക്കൽ മാത്രമല്ല, അത് ഏത് കമ്പനിയിലെ വർക്ക് ഫോഴ്സ് എടുത്താലും മോസ്റ്റ് പ്രോബബ്ലി 90% ആൾക്കാർ എന്തായിരിക്കും ഇതിൽ നിന്നായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
90% ആൾക്കാർ ഇതാ പഠിച്ച, അപ്പം അതിൽ തന്നെ അവർക്ക് തന്നെയല്ല ജോലി കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ എഡ്യൂപോർട്ടിൻ്റെ കേസാണെങ്കിൽ ഇത് സത്യമാണ്. അതായത് ഇവിടെ വളരെ കുറച്ച് ബിടെക്, ഇപ്പം നമ്മുടെ പ്രോഗ്രാമിൽ നിങ്ങൾ ആപ്പൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ബിടെക് ചെയ്ത ആൾക്കാരാണ്. ക്ലാസ് എടുക്കുന്നതിലൊക്കെ കുറച്ച് എന്താണ് ഡോക്ടേഴ്സും ബിടെക്കാരൊക്കെ ഉണ്ടെങ്കിലും മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും എന്താണ് ഈ നോൺ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച, അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സസ് നമ്മൾ പറഞ്ഞെടുക്കും. ഇപ്പം BA ഹിസ്റ്ററി പഠിച്ച ആൾക്കാർ ചിലപ്പോൾ നമ്മൾ മാർക്കറ്റിങ്ങിൽ ഹെഡ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ എന്തായിരിക്കും കോഴ്സ് കോർഡിനേറ്റർ ആയിരിക്കും. അപ്പം അതാണ് എന്ത് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സാധനം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇയാൾ എന്തല്ല, ഈ നോൺ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. ശരിയല്ലേ? ക്ലിയർ അല്ലേ? എന്താണ് എവിടത്തേക്കാണ് ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പലതവണ കേട്ടതായിരിക്കും. ഇവിടെ ഞാൻ എപ്പോഴും പറയണത്, നിങ്ങൾ നീറ്റ് JEE ഒക്കെ നിങ്ങൾ CA ഒക്കെ ആഗ്രഹം നിങ്ങൾ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്തോ. പക്ഷെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾ അവസാനം എന്താണ് ഇതിലേക്കാണ് എത്തിപ്പെടുക. ഇവിടെ പോളി ഞാൻ ഓക്കെ ആട്ടോ, പോളി ഞാൻ ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യും, ബാക്കിയൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ഈ ഡിഗ്രി കോഴ്സസ് എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ BA ഹിസ്റ്ററി ഒക്കെ പല സ്ഥലത്തുനിന്നും പഠിക്കാൻ പറ്റും. ഏറ്റവും ഇത് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ പഞ്ചായത്തിൽ, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ പഞ്ചായത്തിൽ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു പോക്കർ ഹാജി മെമ്മോറിയൽ ആയിരിക്കും, ചിലപ്പോൾ ഒരു ദേവകി അമ്മ മെമ്മോറിയൽ ആയിരിക്കും. അതായത് നാട്ടിലെ പൈസക്കാരുടെ പേരിലൊക്കെ മിക്കവാറും ഉണ്ടാവും ഇങ്ങനത്തെ കോളേജുകൾ ഉണ്ടാവും. ഒന്നാമത് ആ ഒരു കോളേജാണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മഹാരാജാസ് കോളേജ്, അല്ലെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് ദേവഗിരി കോളേജ്, അല്ലെങ്കിൽ ഫാറൂഖ് കോളേജ്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജ്, അല്ലെങ്കിൽ സെൻറ്റ് ട്രീസാസ് എറണാകുളം തുടങ്ങിയ കേരളത്തിലെ ടോപ്പ് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? BSc ഫിസിക്സ് പഠിക്കാം. ഒന്നെങ്കിൽ പോക്കർ ഹാജി കോളേജിൽ നിന്ന്, അല്ലെങ്കിൽ ഇതുപോലത്തെ കോളേജിൽ നിന്ന്. ഇനി മൂന്നാമതൊരു ഓപ്ഷനാണ് എന്ത്? ഇന്ത്യയിലെ ബെസ്റ്റ് കോളേജ്. ഇന്ത്യയിലെ ബെസ്റ്റ് കോളേജ് എന്ന് പറയുമ്പം ഡൽഹി യൂണിവേഴ്സിറ്റി വരും, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വരും, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വരും. അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് ഇന്ത്യയിലെ ബെസ്റ്റ്. ഫറൂഖ് കോളേജിനേക്കാളും സെൻറ്റ് ജോസഫ്സിനേക്കാളും ഒക്കെ എത്രയോ ഉയരത്തിലുള്ള റാങ്കിങ്ങിലൊക്കെ ടോപ്പ് നിൽക്കുന്ന കോളേജുകൾ. ആ കോളേജുകളിൽ പഠിക്കണമെങ്കിലുള്ള എക്സാമിൻ്റെ പേരാണ് എന്ത്? CUET. അതായത് ഇവിടെ നിങ്ങളുടെ കേസിൽ ഒന്നും കൂടെ പറയാണ്, ഈ രണ്ട് സ്ഥലത്തും പഠിക്കണമെങ്കിൽ നിങ്ങളുടെ +1ലെയും +2ലെയും മാർക്കാണ് നോക്കുക. അതിൻ്റെ സമ്മ് വെച്ചിട്ടാണ്. നിങ്ങളിപ്പോൾ BSc ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫിസിക്സിന് ഭയങ്കര വെയിറ്റേജ് ഉണ്ടായിരിക്കും, ഫിസിക്സിനും മാത്സിനായിരിക്കും വെയിറ്റേജ്. അങ്ങനെ ചില കോമ്പിനേഷൻ. അൾട്ടിമേറ്റ്ലി +1 ആൻഡ് +2 മാർക്കിൻ്റെ സമ്മാണ്. +2 മാർക്ക് മാത്രമല്ല കേട്ടോ. ഓക്കെ, എൻ്റെ അറിവിൽ +1 മാർക്ക് നോക്കുന്ന ഒരേ ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ ഇത് മാത്രമാണ്. ബാക്കിയൊക്കെ +2 മാർക്കാണ് മാർക്ക് നോക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് +1 മാർക്ക് കുറവാണെങ്കിൽ കൂടി നിങ്ങൾക്ക് നല്ലൊരു കരിയർ, നല്ലൊരു ഭാവി കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് സാധനമാണിത്, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ പഠിക്കുക എന്നുള്ളത്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. ആ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഏറ്റവും ബെസ്റ്റ് കോളേജ് ദ ഹിന്ദു കോളേജ്. അതായത് ഇന്ത്യയിലെ ബെസ്റ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന പേരാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഹിന്ദു കോളേജ്. ഓക്കെ, ഈ ഹിന്ദു എന്ന് പേര് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇതെന്താ അങ്ങനെയൊന്നും തോന്നാൻ പാടില്ല കേട്ടോ, അത് കോളേജിന് പണ്ടാരമായിട്ടൊരു പേര് മാത്രമായിട്ട് കരുതിയാൽ മതി. യെസ്, അപ്പോൾ ഹിന്ദു കോളേജിലെ ഏറ്റവും ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് പൊളിറ്റിക്കൽ സയൻസ്. ആ പൊളിറ്റിക്കൽ സയൻസിൽ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഒരൊറ്റ മലയാളിക്കാണ് അഡ്മിഷൻ കിട്ടിയത്, എഡ്യൂപോർട്ടിൽ പഠിച്ച ഷിത എന്നുള്ള കുട്ടി. അവളിപ്പോൾ എഡ്യൂപോർട്ടിൽ ഒരുപാട് കാര്യത്തിൽ പാർട്ട് ടൈം ആയിട്ടൊക്കെ വർക്കൊക്കെ ചെയ്യാറുണ്ട്. CUET എഴുതിയിട്ട് കിട്ടിയാണ്. അവൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, അവൾ പണ്ടേ അടിപൊളിയാണ്. +2ലൊക്കെ അവൾ പഠിക്കുന്ന സമയം സംസാരിക്കുമ്പോൾ ഭയങ്കര വിവരമുള്ള കുട്ടിയാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയതിന് ശേഷം ഒരു 2 മാസം കൊണ്ട് എൻ്റെ ലോകത്തെക്കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ് എന്നെ മാറിയെന്ന് പറഞ്ഞാൽ അതാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഏറ്റവും വലിയ ഗുണം. അതായത് ആദ്യം ഞാൻ ഗുണത്തിലേക്ക് എത്തിയിട്ട് എന്താണ് CUETയുടെ അഡ്വാൻറ്റേജസ് കാര്യങ്ങൾ. ഒന്നാമത്തെ കേസ്, നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത് ഭയങ്കരമായ എക്സ്പോഷർ ആയിരിക്കും. ഞാൻ പറയാം, ഇപ്പോൾ സിമ്പിൾ, പോക്കറാജി മെമ്മോറിയൽ കോളേജ് പഠിച്ചാൽ നിങ്ങളുടെ നാട്ടിലെ അപ്പുറത്തൊക്കെയുള്ള 5-6 സ്കൂൾ കുട്ടികളാണ് അവിടെ ഉണ്ടാവുക. ഇനിയിപ്പോൾ മഹാരാജാസ് പഠിച്ചാലോ കേരളത്തിലെ എല്ലാ ടോപ്പ് കുട്ടികളിൽ നിന്നുള്ള ബെസ്റ്റ് ആൾക്കാരാണ് മഹാരാജാസിൽ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ അത് ഇന്ത്യയിലേതായിരിക്കും. അതാണ് ഏറ്റവും വലിയ സാധനം. അതായത് ഇന്ത്യയിലെ ക്രീം സ്റ്റുഡൻസ് ആണ്. അതായത് NIT IIT ടോപ്പ് മെഡിക്കൽ കോളേജും കഴിഞ്ഞാൽ ബാക്കി വരുന്ന ബെസ്റ്റ് കുട്ടികളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ കോളേജുകളിൽ എത്താൻ പോകുന്നത്. അപ്പം അവരോടുകൂടെ ഇൻറ്ററാക്ട് ചെയ്യുമ്പം അവരോടുകൂടെ 4 വർഷം പഠിക്കുമെന്നാണ് നിങ്ങൾ ആളാകെ മാറും. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലത്തെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ബെസ്റ്റ് പ്രൊഫസേഴ്സാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, അവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. പല കോളേജുകളിലും എന്താണ് സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളുണ്ട്. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരുപാട് കുട്ടികൾ കാംബ്രിഡ്ജിൽ പോകും, അവിടെ നിന്നുള്ള കുറച്ചാൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പോഷറാണ്. ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട്, നേരത്തെ പറഞ്ഞ കോളേജിലൊക്കെ പോയിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ വീക്ഷിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. അത് ഞാൻ കോഴിക്കോട് NITയിലെ പഠിച്ചത്. അപ്പം NITനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, ആ 4 വർഷം അടിപൊളിയായിട്ടുള്ള കുറേ ആൾക്കാരോട് സംവദിച്ചല്ലേ സഹവദിച്ചു എന്നാ
ആ സാധനം ഒരുമിച്ച് താമസിച്ച് ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇവിടുത്തെ കേസിലാണെങ്കിലും അതിനേക്കാൾ ബെറ്റർ ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ 4 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അടിപൊളി മനുഷ്യനായിരിക്കും. ഒരു എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾ തന്നെ ഇപ്പം എജ്യൂപോർട്ടിൻ്റെ കേസ് തന്നെ എടുക്കാം. എജ്യൂപോർട്ടിൽ നമുക്ക് എന്തുണ്ട്, BSc ഫിസിക്സ് ക്വാളിഫിക്കേഷൻ വേണ്ട, അല്ലെ എനി ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണ്ട ഒരു പോസ്റ്റ് ഇട്ട്. അപ്പം ഇവർ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്തു. അവസാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 3 ആൾക്കാർ, 3 BSc ഫിസിക്സാണ്. ഒരാൾ പോക്കറാജിൽ നിന്നാണ് പഠിച്ചത്, ഏതോ ഒരു പോക്കറാജിലെ, ഒരാൾ മഹാരാജാസ് എന്നാണ്, ഒരാൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. ബാക്കിയൊക്കെ ഒരേ ലെവലാണെങ്കിൽ നമ്മൾ ആരെ ചൂസ് ചെയ്യും? നിങ്ങളാണ് എൻ്റെ സ്ഥാനത്ത് ആരെ ചൂസ് ചെയ്യും? ഒബ്വിയസ്ലി അത് ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലേ. അപ്പം അതാണ് ഈ കോളേജുകളിൽ പഠിച്ചാൽ, അതായത് 90% ജോലിയും അവസാനം നിങ്ങൾക്കാണ് കിട്ടാൻ പോകുന്നത്. അപ്പം ആ 90%-ത്തിലേക്ക് ഏറ്റവും ചാൻസ് കിട്ടാൻ പോകുന്നതും ഈ ടോപ്പ് കോളേജിൽ പഠിച്ച ആൾക്കാർക്കാണ്. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരുപാട് ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഒന്നാമത്തെ റീസൺ എങ്കിൽ, രണ്ടാമത്തെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസണാണ് ഒന്ന് CUETക്ക് നിങ്ങൾക്ക് +2 മാത്രം. അപ്പോൾ നീറ്റ് ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, അതിനൊക്കെ എന്താണ് വേറെ പല എക്സാമുകൾക്കും എൻട്രൻസ് എക്സാമിനും +1-ലെയും +2-ലെയും ടോപ്പിക്കാണുള്ളതെങ്കിൽ CUETക്ക് നിങ്ങൾ +2-ൽ പഠിച്ച ടോപ്പിക്ക് മാത്രമാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ചോയ്സാണ്. അത് നിങ്ങൾ തീരുമാനിക്കണം. ഞാൻ BSc ഫിസിക്സാണ് പോകുന്നതെങ്കിൽ മിക്കവാറും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, +2 ഫിസിക്സും ചിലപ്പോൾ +2 മാത്സും മാത്രം പഠിച്ചാൽ മതി. ഓരോ കോളേജിലെ കോമ്പിനേഷനൊക്കെ ഡിഫറൻസ് ആണ് കേട്ടോ. +2 കെമിസ്ട്രി അല്ലെ ബയോളജിയോ പഠിച്ചിട്ടില്ലേ ഒരു കുഴപ്പമില്ല. അല്ലെ BSc മാത്സ് ആണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ മാത്സും വേറൊരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ മാത്രം എക്സാം എഴുതിയാൽ മതിയായിരിക്കും. അപ്പം അങ്ങനെ ഒരു ചോയ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഒരുപാട് സീറ്റുകളാണ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, 250 സീറ്റ്. ചിലപ്പോൾ പോക്കറാജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അതിനേക്കാളുണ്ടാവും. അപ്പോൾ അതേപോലെ ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെ 10-100 കോളേജ് ഉണ്ട്. ഓരോ കോളേജിലും ഒരുപാട് സീറ്റുകളുണ്ടാവും. അപ്പം നിങ്ങൾ CUET എഴുതി ഒന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത വർഷം വരും ഒരു ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ആൻഡ് മൂന്നാമത്തത്, ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ജോലി സാധ്യത. ഒരു ജോബ് മാർക്കറ്റിൽ നിങ്ങൾ ഇറക്കുമ്പോൾ നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. എത്രത്തോളം ഞാൻ പറഞ്ഞല്ലേ, ഐ എം സ്റ്റഡിങ് ഇൻ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞപ്പം നാളെ നീ വന്ന് മീറ്റ് ചെയ്തോന്ന് പറഞ്ഞ പോലെ ഒരാളെന്ത് ചെയ്യാണ്, നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ കണ്ട് പരിചയപ്പെടുക, എവിടുന്ന പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമ്മളെ കമ്പനിയിൽ ജോലി ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, അവനൊന്ന് ട്രൈ ചെയ്യും, അവിടെ ഇങ്ങനെ ജോലി ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബാക്കി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ എടുക്കുകയാണെങ്കിലും ആ ഫസ്റ്റ് ഇംപ്രഷൻ വിൽ ബി വെരി വെരി ഹൈ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച ആൾക്കാരുണ്ട്, യു ക്യാൻ ഫീൽ ദാറ്റ് ഡിഫറൻസ്. ഓക്കെ, അപ്പം ഇതാണ് CUETക്ക് കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ലാസ്റ്റ് സാർ എങ്ങനെ പഠിക്കുന്നു എന്ന് കഴിഞ്ഞാൽ, മെയ്യിലൊക്കെയാണ് സാധാരണ പരീക്ഷകൾ ഉണ്ടാവാറുള്ളത്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസ് ഉണ്ടാവാറുള്ളത്. ആൻഡ് നിങ്ങൾക്ക് +2 ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. എജ്യൂപോർട്ടിന് എനിക്ക് തോന്നുന്നത് അടുത്ത വീക്കിൽ ഞാൻ എന്തുണ്ട്, November 5th ഞാൻ CUETയുടെ ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏതാണെന്ന് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് താഴെ കാണുന്ന ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്നും ജോയിൻ ചെയ്തില്ലെങ്കിലും CUETയുടെ കുറച്ച് പ്രീവിയസ് ഇയർ, ഇപ്പോൾ ഒരു 3-4 വർഷമായി CUET സ്റ്റാർട്ട് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക്ലെറ്റൊക്കെ വാങ്ങിയിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസം ഒരു മണിക്കൂർ CUETക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ ചിലപ്പം നിങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും വലിയ എഫേർട്ടായിരിക്കും അത്, അല്ലെ ഏറ്റവും വലിയ ഡിസിഷൻ ആയിരിക്കും അത്. അപ്പം ഇതിനെക്കുറിച്ച് അറിയാത്ത, ഇപ്പോൾ എന്തിനാ ഇപ്പോൾ CUET എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പേരൻസിനും ഇത് അയച്ചു കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോവാതിരിക്കാനുള്ള ഒരൊറ്റ റീസൺ ഞാൻ കാണുന്നത്, ടോപ്പ് യൂണിവേഴ്സിറ്റി അങ്ങ് ഡൽഹിയിലാണ്, പോണ്ടിച്ചേരിയിലാണ്, JNUവിലാണ്, അല്ലെ അഹമ്മദാബാദിലാണ്, ഹൈദരാബാദിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പാരൻസ് വിടൂലായിരിക്കും. അപ്പോൾ അവരോട് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഈ വീഡിയോ മാക്സിമം അവർക്കും കൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.